മുതിർന്ന കോൺഗ്രസ് നേതാവ് മിലിന്ദ് ദേവ്ര കോൺഗ്രസ് വിട്ടു. തന്റെ കുടുംബത്തിന്റെ 55 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് മിലിന്ദ് ദേവ്ര പറഞ്ഞു. പ്രേംലാൽ ഉണ്ട് മുംബൈയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രേംലാൽ, മിലിന്ദ് ദേവ്ര കോൺഗ്രസ് വിടുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. കോൺഗ്രസിന് ഇത് വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്ത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത്? ശരിയാണ് കീർത്തി, കോൺഗ്രസിന് ഇതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണ മുംബൈ സീറ്റ് ചൊല്ലിയുള്ള തർക്കമാണ് പാർട്ടിയുടെ മുൻ മുംബൈ പ്രസിഡന്റ് കൂടിയായ ദേവറയെ മാറി ചിന്തിപ്പിക്കാൻ കാരണം. ശിവസേന ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്കാണ് ദേവറയുടെ ചൂടുമാറ്റുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാർട്ടിയുമായുള്ള കുടുംബത്തിന്റെ 55 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ചാണ് മിലിന്ദ് ദേവറ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മിലിന്ദ് ദേവറ പാർട്ടി വിടുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പാർട്ടി വൃത്തങ്ങളിൽ ചർച്ചയായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുരളി ദേവറയുടെ വിയോഗത്തിന് ശേഷമാണ് മകൻ മിലിന്ദ് ദേവറ ദക്ഷിണ മുംബൈയെ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP-യോടൊപ്പം മത്സരിച്ച് ശിവസേനയുടെ അരവിന്ദ് സാവന്താണ് അവിടെ വിജയിച്ചത്. അരവിന്ദ് സാവന്ത് ഇപ്പോൾ ഉദ്ധവ് പക്ഷത്താണ്, ശിവസേന ഉദ്ധവ് പക്ഷത്താണ്. ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുന്നോടിയായി ഈ സീറ്റ് വിട്ടുതരില്ലെന്ന് ശിവസേന ഉദ്ധവ് പക്ഷം വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ മിലിന്ദ് ദേവറ പ്രതികരിച്ചെങ്കിലും സഖ്യ ചർച്ചയിൽ സീറ്റ് ശിവസേനയ്ക്ക് നൽകാൻ ധാരണയായതാണ് പാർട്ടി വിടാൻ കാരണം. ഷിൻഡെ പക്ഷത്തേക്ക് മാറിയാലും മിലിന്ദിന് ദക്ഷിണ മുംബൈയിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. ഇവിടെ BJP ആയിരിക്കും മത്സരിക്കുന്നത്. അതേസമയം താൻ പാർട്ടി വിട്ടിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം വരെ മിലിന്ദ് ദേവറ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ മിലിന്ദ് ദേവറ ശിവസേനയിൽ ചേരുമെന്ന വിവരം ശിവസേന ഷിൻഡെ പക്ഷ നേതാവ് ഉദയ് സാമന്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിരുന്നു. കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾക്ക് അർഹരല്ലെന്ന രീതിയിൽ ശിവസേന ഉദ്ധവ് പക്ഷം നേതാവ് സഞ്ജയ് റൌത്ത് നടത്തിയ പരാമർശങ്ങളും ഇതിനൊരു കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. കീർത്തി. ശരി, പ്രേംലാലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.